ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് AM ഡയറീസ്. ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ പോവുക. കാന്തല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയ ഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രമാണിത്. വലിയശാല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ അമ്പലത്തിനെ പറ്റി കേൾക്കുന്നത് തന്നെ ഈ വളരെ അടുത്താണ്. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് 3 മൂർത്തികൾക്കും, അതായത് ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും പ്രത്യേകമായിട്ട് നാലമ്പലത്തിനുള്ളിലും 3 ശ്രീകോവിലുകളാണുള്ളത്. ഞാനും അമ്മയും കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഈ ഒരു ആൽമരമാണ്. അതിൻ്റെ ഒരു സൈസ് തന്നെ കണ്ടിട്ട് ഒത്തിരി നേരം ഞാൻ നോക്കി നിന്നു. അതിൻ്റെ താഴെ ആലിൻ്റെ നടുക്കായിട്ടൊരു കുഞ്ഞു ഗണപതി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് തന്നെ ഇങ്ങനെ അർച്ചനയൊക്കെ സമർപ്പിക്കാനായിട്ടൊക്കെ പറ്റും നമ്മുടെ നേദ്യങ്ങളൊക്കെ. അതുപോലെ ഒരുപാട് ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭയങ്കര ജൈവ സമ്പത്ത് ഉള്ള ഒരു സ്ഥലം. ഇതുപോലൊരു പൂ, ഇത് സർപ്പപ്പൂ എന്നെന്തോ ആണ് അമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര കാം സെറീനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. 4 ദിശകളിലും ഇതുപോലെ പുറത്തുനിന്ന് അകത്തേക്ക് കടക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള എൻട്രൻസുകളുണ്ട്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലെന്ന് പറയുന്നത് 2 നിലകളിലായിട്ടാണ് പണിതിട്ടുള്ളത്. അതിൽ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഇടതും വലതും ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും വെച്ച് പൂജിക്കുന്നുണ്ട്. അതുപോലെ വിഷ്ണുവിൻ്റെ ശരിക്കുള്ള കടുശർക്കര യോഗത്തിലുള്ള വിഗ്രഹം എന്നാണ് പറയുന്നത്. ഞാൻ അവിടുത്തെ പോറ്റിയായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്കിതെല്ലാം പറഞ്ഞു തന്നത്. ആ വലിയ വിഗ്രഹത്തിൽ അഭിഷേകം നടത്താറില്ല. അതിൻ്റെ താഴെ 3 ചെറിയ ശീവേലി വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലാണ് അഭിഷേകം നടത്തുന്നത്. ഈ ത്രിമൂർത്തികൾ കൂടാതെ കൃഷ്ണനും ദേവിക്കും മുരുകനും ഒക്കെ ആയിട്ട് പ്രത്യേകവും അവിടെ പുറത്ത് തന്നെ നാലമ്പലത്തിന് ചുറ്റുമായിട്ടുണ്ട്. അതുപോലെ ഒരു പ്രത്യേകതയാണ് 3 കൊടിമരങ്ങളുണ്ട്. എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. 3 കൊടിമരങ്ങൾ അവിടെ ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു തവണയെങ്കിലും നമ്മൾ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പുരാതന കാലങ്ങളിൽ ഇതൊരു സർവകലാശാലയായിരുന്നു. അത് ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നതാണ്. ഞാൻ BEd പഠിക്കുന്ന സമയത്ത് ഇത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. കാന്തല്ലൂർ ശാല ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്ന ഒരുപാടിടങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് പഠിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ഇവിടെ ഒരു ഒറ്റക്കൽ ശില്പമുണ്ട്. ഒരു ശംഖുവരയൻ പാമ്പിനെ ഒരു ചങ്ങലയിൽ ബന്ധിച്ചിട്ടിരിക്കുന്നതായിട്ട്. അതൊക്കെ പഴയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആയി രാജവംശമാണ് ഇത് പണിതതെന്നും തിരുവിതാംകൂറിലുള്ള രാജാക്കന്മാരാരും അധികം ഇവിടെ വന്നിട്ടില്ല എന്നുമൊക്കെയാണ് ഞാൻ ഒത്തിരി ഇടത്തൊക്കെ ഇങ്ങനെ വായിച്ചൊക്കെ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു ദിവസം ഒന്ന് പോയി നോക്കുക. നമ്മുടെ തമ്പാനൂരിൽ നിന്ന് റഫ്ലി ഒരു 10 മിനിറ്റ് ഇല്ല, ഒരു 2 കിലോമീറ്ററിനകത്ത് അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. 2ാമത്തെ എൻട്രൻസിലൊക്കെ ഞാനത് പോയി നോക്കി. അവിടെ ഒരു നല്ല പ്രതിമയുണ്ട്, അതായത് മഹാദേവൻ ഫാമിലിയായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു എൻട്രൻസ്. അപ്പം ഞാൻ അതൊന്ന് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് നടന്ന് നോക്കിയതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഉള്ളത്. എന്തായാലും ഒന്ന് പോയി നോക്കുക. അപ്പം ഞാൻ വളരെ ആഗ്രഹിച്ചു പോയതോ അങ്ങനെയൊന്നുമല്ല, പക്ഷേ എനിക്ക് ആ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്നൊരു ദിവസം പ്ലാൻ ചെയ്ത്, അമ്മ ഒത്തിരി നാളായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. എന്തായാലും പോയി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രമാണ്. തിരുവനന്തപുരം വല്യശാലയിലാണ് ലൊക്കേഷൻ. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.